അമ്മ അമ്മ അമ്മയോണം. കണ്ടതെല്ലാം വിസ്മയങ്ങൾ, കാണാനുള്ളതോ അതിലേറെ അത്ഭുതങ്ങൾ. കാട്ടാക്കട മാതാ കോളേജിന്റെ ഓണാഘോഷം അങ്ങനെ ഇത്തവണയും ചരിത്രം കുറിച്ചു. ചെണ്ടമേളവും പുലികളെയും വേട്ടക്കാരനും പടക്കുതിരകളും കേരളത്തനിമയുള്ള വേഷവിധാനങ്ങളും ഘോഷയാത്രയ്ക്ക് ഭംഗികൂട്ടി. മുത്തുക്കുടകൾ ചൂടിയ മലയാളി മംഗമാരും വില്ലീസിലും ഥാറിലും ആഡംബര ബൈക്കുകളിലും ആഘോഷത്തിൽ പങ്കെടുത്ത ജൻസിയിലെ മിടുക്കന്മാരും കാഴ്ചയ്ക്ക് വർണ്ണവിരുന്നും ഊർജവും പകർന്നു. ഈ പൊന്നോണം നാളില് മാതാ കോളേജിന്റെയും ടീമിന്റെയും എല്ലാവിധ ഓണാശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. നന്ദി. കേരളത്തിൽ ഒരു കാലത്തെ കർഷക സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതസഹിഷ്ണുതയുടെയും ഒക്കെ ആഘോഷമായിരുന്നു ഓണം. അതിനെ അതേ അർത്ഥത്തിൽ തന്നെ വരവേറ്റു മാതാ കോളേജിലെ സംഘാടകരും അധ്യാപകരും കുട്ടികളും. ഹായ് ഫ്രണ്ട്സ്, മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ അമ്മയോണം 2026 ആഘോഷങ്ങൾക്ക് ഇന്നിവിടെ തുടക്കമിടുകയാണ്. അമ്മയോണത്തിന് വേണ്ടി മാതാ കോളേജിനും ടീമിനും നാട്ടുകാർക്കും ഒക്കെ ഓണാശംസകൾ നേർന്നു കൊള്ളുന്നു. ഇപ്പോഴത്തെ മാവേലി 6 പാക്ക് ആണ്. പണിയൊക്കെ എടുത്ത് എല്ലാ നല്ല കാര്യങ്ങളുടെയും വൻ വിജയത്തിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അതൊരു ടീം വർക്കാണ്. എങ്കിലും ആഘോഷ പരിപാടികൾക്കെല്ലാം നേതൃത്വം നൽകി സ്ഥാപനങ്ങളുടെ ചെയർപേഴ്സൺ ഡോക്ടർ ജിജി ജോസഫ് മാഡം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്നു കോർഡിനേറ്ററും സാമൂഹ്യ പ്രവർത്തകനുമായ മിസ്റ്റർ അലക്സ് ജെയിംസും. കേരളം മതസഹിഷ്ണുതയുടെ നല്ല നാടാണ്. അതുകൊണ്ടാണ് കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേര് വന്നതും. ആ നല്ല നാടിന്റെ നന്മകളെ വിളിച്ചുണർത്തുന്ന ദേശീയോത്സവമായ ഓണാഘോഷത്തിന്റെ വിളംബര ഘോഷയാത്രയാണ് കാട്ടാക്കട ചൂണ്ടുപലക നിന്ന് ആരംഭിച്ച് ലേക്ക് ഗ്രാൻഡ് റിസോർട്ടിന്റെ കോർട്ട്യാർഡിൽ എത്തും വരെ ഞങ്ങൾ നാടുണർത്തും എന്ന് പറഞ്ഞ് വർണ്ണാഭമാക്കുകയാണ് മാതാ കോളേജിലെ ടീം അംഗങ്ങൾ. ശരിക്കും നല്ലൊരു കാലാവസ്ഥയായിരുന്നു അന്ന് പ്രകൃതിക്ക്. അത് കഴിഞ്ഞിട്ട് ദിവസങ്ങളിൽ നമ്മൾ മഴ കണ്ടു. പക്ഷെ അന്നൊരു ദിവസം മാത്രം ദൈവാനുഗ്രഹം പോലെ ഒരു ഉത്സവ സമ്പന്നത തന്നെ മാതാ കോളേജിന് പ്രകൃതിയും കനിഞ്ഞു നൽകി എന്ന് വേണം പറയാൻ. ഏകദേശം 10 മണിയോടെ ആരംഭിച്ച ഘോഷയാത്ര വളരെ അച്ചടക്കത്തോടെ യാതൊരു വിധമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറമുള്ള ലേ ഗ്രാൻഡ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു റിസോർട്ടിന്റെ അങ്കണത്തിൽ എത്തിച്ചേരുമ്പോൾ സമയം 11 മണിയായി. ഈ വിഷ്വൽസിനും ഈ ഫുട്ടേജിനും ഒന്നും പ്രത്യേക ഓർഡറൊന്നുമില്ല. അതിന് കാരണമുണ്ട്. കണ്ടതെല്ലാം മനോഹരങ്ങളായിരുന്നു. ഒപ്പം ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വളരെ വലിയൊരു കാര്യം, കുട്ടികളെല്ലാം വളരെയധികം സന്തോഷത്തിലാണ്. നമുക്കറിയാം ഇന്ന് പല പല കോളേജുകളിലും കുട്ടികളും അവിടുത്തെ സംഘാടകരും തമ്മിലുള്ള ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാവർക്കും സന്തോഷമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ സ്ഥാപനത്തിന്റെ മഹിമയാണ്. മാതാ എന്ന് പറയുമ്പോൾ അമ്മയെ പോലെ സ്വന്തം മക്കളെ ചേർത്തു പിടിക്കുന്ന ഒരു സംവിധാനത്തിന്റെ കീഴിൽ ആ തണലിൽ നിന്ന് പഠിക്കുവാൻ വളരുവാൻ എല്ലാ കുട്ടികൾക്കും മോഹമുണ്ടാവും. അതിന്റെ നേർക്കാഴ്ചയാണ് മാതാ കോളേജിന്റെ അങ്കണത്തിൽ നമ്മൾ കണ്ടത്. അധ്യാപകരും കുട്ടികളും തമ്മിൽ അത്ര നല്ല റിലേഷനാണ്. ചൂണ്ടുപലകയിലെ ഒരു തിയേറ്ററുണ്ട്. ആ തിയേറ്ററിന്റെ മുന്നിലായിരുന്നു ഈ ഘോഷയാത്രയുടെ തുടക്കം. അവിടെ തന്നെയാണ് മാതാ കോളേജിന്റെ മെയിൻ ഓഫീസും. ഇവിടെ നമുക്ക് കാണാം മനോഹരമായ ഒരു ജീപ്പ്. തുറന്ന ആ ജീപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട ജിജി ജോസഫ് മാഡമുണ്ട്. കാരണം മാഡം ഈ ഗ്രൂപ്പിലെ ഈ ഘോഷയാത്രയിലെ മുന്നിൽ നടന്നു പോകാൻ വേണ്ടി തയ്യാറായപ്പോൾ ആ കുട്ടികൾ തന്നെ മാഡം ഞങ്ങളുടെ വാഹനത്തിലൊന്ന് വരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്ത് ആ വാഹനത്തിലേക്ക് കയറ്റുകയായിരുന്നു. അവരുടെ സന്തോഷമാണ്, സ്വന്തം മക്കളുടെ സന്തോഷമാണ് അമ്മയ്ക്കേറെ വലുത്. മാഡത്തിന്റെ മോളും മരുമകനും ഇവിടെയുണ്ട്. ഇവരൊക്കെയും ഈ കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് ഞാനും ആഗ്രഹിച്ചു ഇവരിലൊരാളായി മാറാൻ. ഈ കുട്ടികളെ പോലെ അല്ലെങ്കിൽ ഇവരുടെ സംഘാടകരിൽ ആരെങ്കിലുമായി നിന്നാൽ ആ കിട്ടുന്ന സന്തോഷം അത് വളരെ വലുതാണ്. ഒപ്പം അത് കണ്ട് നിൽക്കുന്ന കാഴ്ചക്കാരിലും ആ സന്തോഷം പകരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘാടകരുടെ ഈ കുട്ടികളുടെ ഒക്കെ ശ്രേഷ്ഠതയായി നമുക്കെടുക്കാം. ഒരു കാലത്ത് നമ്മുടെ നാടിന്റെ ഒന്നാകെ സുരക്ഷ ചുമതല വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട മുൻ DGP
ഋഷിരാജ് സിംഗ് IPS ആണ് ഇന്ന് ഇവിടെ വിശിഷ്ടാതിഥിയായി ഉദ്ഘാടകനായി എത്തുന്നത്. അതിഥിയെ സ്വീകരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ചുമതല പ്രിയപ്പെട്ട സൂര്യയ്ക്കും മഹിമയ്ക്കുമാണുള്ളത്. കാട്ടാക്കട ഈ ഒരു റിസോർട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എന്ത് രസമെന്നറിയാമോ ഈ റിസോർട്ടും ചുറ്റുപാടും ഒക്കെ കാണാൻ. അവിടെ ഒരു മെഗാ അത്തപ്പൂക്കളമുണ്ട്. അതിനു ചുറ്റുമായി ഇന്ന് ഒരു വെൽക്കം ഡാൻസ് നടക്കും. അതിനായി നമുക്ക് കാത്തിരിക്കാം. അലക്സ് ജെയിംസ് സാറിന്റെ അനൗൺസ്മെന്റ് വന്നു. അതിഥികൾ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. പറഞ്ഞ പോലെ തന്നെ ആ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മാതാ കോളേജിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും കുട്ടികളും അധ്യാപകരും ഒക്കെ ചേർന്ന് തയ്യാറാക്കിയ മനോഹരമായ ഒരു ദൃശ്യ വിരുന്നായിരുന്നു ആ അത്തപ്പൂക്കളത്തിന് ചുറ്റും അവർ ചെയ്ത തിരുവാതിര. ഈ തിരുവാതിര ഡാൻസിന്റെ ഭംഗി നാം കാഴ്ചയിലൂടെ മാത്രമല്ല അതിൻ്റെ പാട്ടിലൂടെയും കൂടിയാണ് ആസ്വദിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആ പാട്ട് സംപ്രേഷണം ചെയ്യാൻ ആവില്ല. സോഷ്യൽ മീഡിയയുടെ നിയമങ്ങളെ നമുക്കെല്ലാം അറിയാമല്ലോ, കോപ്പിറൈറ്റ്. നമുക്ക് ഈ കാഴ്ചകളിലൂടെ ശരിക്കും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പിൻബലമുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായി ഈ ആഘോഷത്തെ നമുക്ക് പറഞ്ഞു വയ്ക്കാം. ഇതൊരു തുടക്കം മാത്രമാവട്ടെ. ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ മാതാ കോളേജിനും സംഘാടകർക്കും ആ സ്ഥാപനത്തിനും എന്നും കഴിയട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. മനോഹരമായ ആ നൃത്തം സമ്മാനിച്ച കുട്ടികൾക്കെല്ലാം ഒത്തിരി നന്ദി. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. പിന്നെ മാതാ കോളേജിൻ്റെ ചെയർപേഴ്സണും മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമായ ഡോക്ടർ ജിജി ജോസഫിൻ്റെ സ്വാഗത പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. ഡോക്ടർ ഷൈജു ഡേവിഡ് ആൽഫിയുടെ അധ്യക്ഷ പ്രസംഗം ഗംഭീരമായിരുന്നു. എടുത്തു പറയാൻ ഇത്തരുണത്തിൽ ധാരാളം പേരുകളുണ്ട്. ഉദാഹരണത്തിന് ഇനാഗുറൽ അഡ്രസ് നൽകിയ ശ്രീ ഋഷി രാജ് സിംഗ് IPSഉം അതുപോലെ ഗസ്റ്റ് ഓഫ് ഓണർ നൽകിയ ഡോക്ടർ ഹേമ ഫ്രാൻസിസും ഫെലിസിറ്റേഷൻ സ്പീച്ച് നടത്തിയ അലക്സ് ജെയിംസും ഗ്രീറ്റിംഗ്സ് നടത്തിയ അഡ്വക്കേറ്റ് ഋത്വിക് ഹരി, ഡോക്ടർ ജ്യോതിക സുഭാഷ്, പ്രിയാജി, ഗായത്രി AM മുതലായിട്ടുള്ള ആൾക്കാരും മറ്റു ടീച്ചേഴ്സും വോട്ട് ഫോർ താങ്ക്സ് അവസാനം നൽകിയ ഡോക്ടർ ജ്യോതിഷ് സുഭാഷും വരെ കുട്ടികൾക്ക് പ്രചോദനം നൽകി, മോട്ടിവേഷൻ നൽകി, ഉണർവിൻ്റെ ഉയരങ്ങളെ കാണിച്ചു കൊടുത്ത് അവർ മാർഗദർശികളുമായി. ഇനി ഈ തിരുവാതിരയ്ക്ക് ശേഷം അഡ്രസ് സ്പീച്ചും മറ്റു കാര്യങ്ങളും ഓഡിറ്റോറിയത്തിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ കളിയരങ്ങുകളാണ്. ഈ കുട്ടികൾക്ക് ആടാം പാടാം ആടിത്തിമിർക്കാം. ഇന്ന് അവരുടെ ദിവസമാണ്, അവരുടെ ഒരു ലോകമാണിവിടം. ഒപ്പം മനോഹരമായ രുചികരമായ വളരെ വിഭവസമൃദ്ധമായ സദ്യയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ അച്ചടക്കത്തോടെ നടന്നു വരുന്ന കുട്ടികൾ ആ കോളേജിൻ്റെ സംസ്കാരത്തെ നമ്മളോട് വിളിച്ചു പറയുന്നു. ഇത് ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആരെയും അനുസരിക്കാതെ പോകലല്ല, എല്ലാവരെയും അനുസരിച്ചുകൊണ്ട് പോകുന്ന ഒരു കൂട്ടം കുട്ടികളെ കാണാം. ഇത് ആ മേഡത്തിന് നമുക്കൊരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് പറയാം. ഒറ്റയ്ക്ക് വഴിതെളിച്ചു വന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ, ഒരു പ്രതീക്ഷയുടെ, ഒരു ആത്മവിശ്വാസത്തിൻ്റെ വിജയമാണ്. ബിഗ് സല്യൂട്ട് മാം, ജിജി ജോസഫ് മാഡം. അങ്ങനെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ ഏകദേശം ഒരു യൂണിഫോമിറ്റി അവരിലുണ്ട് എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഈ നാട്ടിലേക്ക്, ഈ പ്രദേശത്തേക്ക് ഓണം ആദ്യമേ കടന്നു വന്നതുപോലെ വിഭവസമൃദ്ധമായ ആ സദ്യയ്ക്ക് ശേഷമാണ് നമ്മുടെ ഓണത്തിൻ്റെതായിട്ടുള്ള നാട്ടരങ്ങ്, ഗ്രാമീണ ഓണാഘോഷ കളികളൊക്കെ നടക്കാൻ പോകുന്നത്. ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നിന്നോ നല്ല സുഖമുള്ള കാറ്റ് വീശുന്നു. ഒപ്പം അവരുടെ ആ പ്രാർത്ഥനാ ഗാനവും നമുക്ക് കേൾക്കാം. പ്രോഗ്രാം മുഴുവൻ ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്തിയായി പോകും. സഫ്രാൻ മീഡിയയെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ജിജി മേഡത്തിന് ഒത്തിരി സ്നേഹവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.